ഹലോ മക്കളെ, എല്ലാവർക്കും ഹിന്ദി സൂത്രയിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹാത്വോം കി രഹഗുസർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ചോദ്യങ്ങളാണ്. നിങ്ങളുടെ എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓരോ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. യഹ് ഘടന കിൻ ദോ രാജ്യോം കി സീമാ പർ ബസെ ജംഗൽ കി ഹെ. നമ്മൾ പഠിച്ചു അല്ലേ, അത് ഈ ചാപ്റ്ററിൽ ഒരു ഘടനയാണ് ആനകളുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ബോർഡറിന്റെ അടുത്തുള്ള കാട്ടിലാണ് നടന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലേ? കേരളവും തമിഴ്നാടു. കേരളവും തമിഴ്നാടും. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഹത്തിനി കെ സാത്ത് കിത്തനെ ബच्चे സടക്ക് പാർ കർ രഹേ ഥേ. ഹത്തിനി എന്ന് പറഞ്ഞാൽ ആ പിടിയാന അല്ലേ? ആ ആനയുടെ കൂടെ കിത്തനെ എത്ര, ബच्चे കുട്ടികൾ, സടക്ക് റോഡ്, സടക്ക് പാർ കർന റോഡ് ക്രോസ് ചെയ്യുക. എത്ര കുട്ടികളാണ്? ദോ ബच्चे അല്ലെ, 2 കുട്ടികളാണ്. അടുത്തത്, ഹത്തിനി और उसके बच्चों का वीडियो किसने बनाया. ഈ ആനയുടെയും ആനയുടെ കുട്ടികളുടെയും വീഡിയോ ആരാണ്? ഏക യുവകനെ, ഒരു യുവാവായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഹാത്തി കാ, ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഹാത്തി കാ സ്ത്രീലിംഗ ശബ്ദ ക്യാ ഹെ. ഹാത്തി എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് അല്ലേ, നമ്മൾ ആന. അപ്പോൾ അതിൻ്റെ പെൺ ശബ്ദം എങ്ങനെ പറയാം? പിടിയാന എന്ന് നമ്മൾ പറയാം അല്ലേ? അപ്പോൾ അതുപോലെ ഹാത്തിയാണ് പുല്ലിംഗ്, ഹത്തിനിയാണ് സ്ത്രീലിംഗം. ഓക്കെ, ഹാത്തി, ഹത്തിനി അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ചോട്ടെ ബച്ചേക്ക് ഊഞ്ചായി കിസ്കെ ബരാബർ കി ഹെ. ചോട്ടെ ബച്ചെ, ആ ചെറിയ കുട്ടി അല്ലെ, ചെറിയ ആനക്കുട്ടി, ഊഞ്ചായി ഉയരം, കിസ്കെ എന്തിന്, ബരാബർ തുല്യം. ആ ചെറിയ കുട്ടിയുടെ ഉയരം എന്തിന് തുല്യമായിരുന്നു? നമ്മൾ പറഞ്ഞു ഡിവൈഡറിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടീൻ്റെ ഉയരം. അപ്പം ഡിവൈഡർ കെ. ഓക്കെ, അടുത്ത ചോദ്യം. ലേഖക് ഋഷികേശ് സെ കിസ് ഷഹർ കി ഓർ ലൗട്ട് രഹേ ഥേ. ലേഖക് ഏത് പട്ടണത്തിലോട്ടാണ് തിരിച്ചു പോയത് എന്നാണ് നമ്മൾ പറഞ്ഞു. ഋഷികേശിൽ നിന്നും എങ്ങോട്ടേക്കാണ്? ഹരിദ്വാർ. ഹരിദ്വാറിലല്ലേ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്? അതെ. അടുത്തത്, ചുണ്ട് കെ ബീച്ച് മേ കിൻഹേം സുരക്ഷിത് രഹാ ഗയാ ഥാ. അവർക്ക് കുറച്ച് കൂട്ടം, ആനകളുടെ കൂട്ടമുണ്ടായിരുന്നു, ചുണ്ട് കൂട്ടം. അതിനിടയ്ക്ക് കിനെയും സുരക്ഷിത് രഹാ ഗയാ ഥാ, എന്തിനെയായിരുന്നു ഇവർ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ബച്ചോങ്കോ, ആനകളുടെ കുട്ടികളെയല്ലേ? അതെ. അടുത്ത ചോദ്യം, ഹാത്തിയോं के कुनबे की അഗുവായി കോൻ കർ രഹാ ഥാ. അഗുവായി എന്ന് പറഞ്ഞാൽ നേതൃത്വം അല്ലേ? ഹാത്തിയോങ്കെ, ഈ ആനകളുടെ കുൻബെ, കുടുംബത്തിൻ്റെ നേതൃത്വം ആരായിരുന്നു വഹിച്ചിട്ടുണ്ടായിരുന്നത്? സർദാർ, ബഡാ ഹാത്തി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ലേഖക के अनुसार सड़क के दोनों तरफ क्या लिखा हुआ था. അപ്പോൾ ലേഖകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ റോഡിൻ്റെ 2 സൈഡിലായിട്ട് എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്? നോക്കാം. ഹാത്തിയോं के സടക് പാർ കർനെ കി ജഗഹ് ഹെ. ഇത് ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അടുത്തത്, ഹത്തിനി കെ രുക്നെ ഓർ ലൗട്ട്നെ കാ ക്യാ കാരൺ ഥാ. ഹത്തിനി, ആ പിടിയാന നിൽക്കാനും തിരിഞ്ഞു വരാനും വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരുന്നു? കാരണം അതിൻ്റെ കുഞ്ഞു കുട്ടി അല്ലെ, ഇളയ കുട്ടി, ചെറിയ കുട്ടി ഡിവൈഡർ ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതല്ലേ? അതെ, ചോട്ടാ ബച്ച ഡിവൈഡർ പാർ നാ കർ പാന, ഡിവൈഡർ ക്രോസ് ചെയ്യാത്തത് കാരണം. അടുത്ത ചോദ്യം, ലേഖകനെ സർദാർ ഹാത്തി കെ പീछे ലഗ്ഭഗ് കിത്തനെ ഹാത്തിയോं का झुंड देखा. ലേഖകൻ ഈ സർദാർ ഹാത്തി, നമ്മുടെ വലിയ ഹാത്തിയുടെ കെ പീछे പുറകിൽ, ലഗ്ഭഗ് ഏകദേശം എത്ര ആനകളുടെ ഒരു കൂട്ടത്തെയായിരുന്നു കണ്ടത്? കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട് 20. 20 എത്രയാ? 20. അടുത്ത്, ബച്ചേത്തോ ബച്ചേ ടഹരെ, കുട്ടികൾ എപ്പോഴും കുട്ടികളായിരിക്കും. ഇസ് വാക്യമേ, ഈ വാക്യത്തിൽ ബച്ചേ കുട്ടികൾ ക്യാ തോഡ്കർ ബാഹർ നിക്കൽ ജാതെ, എന്ത് പൊട്ടിച്ചാണ് പുറത്തോട്ട് വന്നതെന്ന്. എന്താണ്? അവരുടെ ആ ഒരു വളയത്തെ അല്ലേ, ഖേര. ഖേര എന്ന് പറഞ്ഞാൽ ആ ഒരു വളയം, അവരുടെ ആ ഒരു റൗണ്ട്, അത് പൊട്ടിച്ചാണ് പുറത്തോട്ട് വന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടതാണ് സമാനാർത്ഥി ശബ്ദ. സമാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമുള്ള വേർഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ കണ്ണിന് നമുക്ക് നയനം എന്നൊക്കെ പറയാം അല്ലേ? അപ്പം ഒരു മീനിങ് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർഡാണ്. ഓക്കെ, ഡിഫറെൻറ്റ് വേർഡ്സാണ് സൂചിപ്പിക്കുന്നത് സമാനാർത്ഥി ശബ്ദം. ഇതിൽ കുറച്ച് വിശേഷ ശബ്ദം തന്നിട്ടുണ്ട്. കുൻബ. കുൻബ എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലേ? നമുക്കതിന് ഹിന്ദിയിൽ എങ്ങനെയൊക്കെ പറയാം? പരിവാർ, കുടുംബം എന്ന് പറയാം.
ഖാൻദാൻ കുടുംബം എന്ന് പറയാം. ഈ മൂന്നും എന്ത് തന്നെയാണ്? ഫാമിലി എന്ന് തന്നെയാണ് മീനിങ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, അഗുവായി. അഗുവായി എന്ന് പറഞ്ഞാലോ നേതൃത്വം, അതായത് ലീഡർഷിപ്പ്. അപ്പോൾ അഗുവായി നേതൃത്വം എന്ന് പറയാം. മക്കൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് പാസേജ് തന്നിട്ട് ഒരു എക്സ്ട്രാ ചോദ്യം ഇങ്ങനെ ചോദിക്കും അല്ലേ, ഇതിൻ്റെ സമാനാർത്ഥി ശബ്ദം എന്താണ്? അപ്പോൾ അത് നമുക്ക് പാരഗ്രാഫിൽ നിന്ന് കിട്ടില്ല, അപ്പം ഇത് പഠിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നസർ. നസർ എന്ന് പറഞ്ഞാൽ നോക്കുക. അതിന് നമുക്ക് ദൃഷ്ടി എന്നുമുണ്ട് നിഗാഹ് എന്നുമുണ്ട്. ഈ രണ്ട് വേർഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, കുൻബ പരിവാർ, ഖാൻദാൻ, അഗുവായി നേതൃത്വം, നസർ ദൃഷ്ടി, നിഗാഹ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഒരു തവണ കൂടെ വീണ്ടും കണ്ട് നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അതാകുമ്പോൾ പാരഗ്രാഫ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.